ബാക്കി കഥയാടെ. അങ്ങനെ ഞാൻ വെസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് സെന്ററിലോട്ട് പോയി. യുണീക്ലോയും ഡൈസോയും കണ്ടുപിടിച്ചു. ഇത് ഞാൻ പണ്ട് ജപ്പാനിലുണ്ടായിരുന്ന സമയത്ത് അവിടെ ഞാനിങ്ങനെ ഷോപ്പ് ചെയ്യുമായിരുന്നേ. കമ്പാരിറ്റീവ്ലി ചീപ്പാണ്. അങ്ങനെ ഒരു ടീഷർട്ടും ഒരു പാന്റും മേടിച്ചു കേട്ടോ. ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ തനിയെ സ്കാൻ ആകും. ഇവിടെ കോൺടാക്ട്ലെസ് പേ ആണ്. നമ്മളൊന്ന് ടാപ്പ് ചെയ്താൽ മാത്രം മതി, ക്യാഷ് ഡിഡക്റ്റ് ആയിക്കോളും. ഇന്ത്യൻ കാർഡാണെങ്കിൽ ബൈ ഡിഫോൾട്ട് ഓഫ് ആയിരിക്കും. നമ്മൾ ഇനേബിൾ ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അതുപോലെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ലിമിറ്റ് ഒക്കെ കൂട്ടി വെക്കണം കേട്ടോ. ബൈ ഡിഫോൾട്ട് 2000 ഒക്കെ ആയിരിക്കും. അതൊക്കെ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ഇത് വളരെ അത്യാവശ്യമാണ്, പ്രത്യേകിച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഈ 2 ഡ്രസ്സിനും കൂടെ $100 ആയി. നമ്മുടെ ഏകദേശം ഒരു 5000 മുകളിൽ. അടുത്ത ലക്ഷ്യം ഒരു ഓപ്പൽ കാർഡ് മേടിക്കുക എന്നതാണ്. ഓപ്പൽ കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഈസിയായി ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചുമ്മാ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ഇതിന്റെ പ്രത്യേകത നമുക്ക് ബസ്സിലും ട്രെയിനിലും മെട്രോയിലും ട്രാമിലും അങ്ങനെ എല്ലാത്തിലും നമുക്ക് ഈ കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് വൂൾവർത്ത് എന്ന് പറയുന്ന ഒരു ഗ്രോസറി സ്റ്റോറിലോട്ടാണ്. ഇതിവിടെ ഭയങ്കര പോപ്പുലർ ആണ്. ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിമോട്ടായി വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വർക്കിന്റെ പേരിൽ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ട് 45 മിനിറ്റിൽ 10 മിനിറ്റിൽ വർക്കും സംസാരിക്കും. ബാക്കി മുഴുവൻ സമയവും ഇതുപോലെ എന്റെ റീലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ ഓസ്ട്രേലിയൻ കൾച്ചറും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആകും, ചുണ്ടൊക്കെ പൊട്ടിയിട്ട്. അപ്പൊ ഞാൻ ഈ സ്റ്റോറിൽ നിന്ന് കുറച്ച് മോയ്സ്ചറൈസിങ് ക്രീമും ലിപ് ബാമും ഒക്കെ മേടിച്ചു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും. ഇതൊക്കെ എന്റെ മറ്റേ ലഗേജിൽ ഉണ്ടായിരുന്നതാണ്. ഓസ്ട്രേലിയയിൽ ഞാനിവിടെ ബ്രാൻഡ് ന്യൂ ആണ്, വന്നിറങ്ങിയതേ ഉള്ളൂ. ഒരു ഫ്രഷറിന്റെ എക്സ്പീരിയൻസ് അറിയണേൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.